ഇത് ഞങ്ങളുടെ നുന്നുമോളാണേ. ഇതവളുടെ മോർണിംഗ് വൈബാണേ. പതുക്കെ എണീറ്റിട്ട് പുതപ്പൊക്കെ ഒന്ന് തട്ടി മാറ്റി പേസ്റ്റും ബ്രഷും ഒക്കെ എടുത്ത് മിന്നി മൊത്ത് വേഗം അവളൊന്ന് ഫ്രഷപ്പ് ആവാൻ പോയേ. എന്നിട്ട് നേരെ വാട്ടർ പാക്കറ്റ് പാടുകയാണേ. അപ്പോഴാണ് പുറത്തുനിന്ന് സൈക്കിളിൻ്റെ ബെല്ലടി കേട്ടത്. പിന്നെ കക്ഷി ഒന്നും നോക്കിയില്ല, സൈക്കിൾ എടുത്ത് കൂട്ടുകാരുമൊത്ത് നേരെ ഗ്രൗണ്ടിൽ ഒരു കറക്കം. പുറത്ത് നല്ല ചൂടാണേ. കുടയും ചൂടി കയ്യിലൊരു കത്തുമുണ്ടേ. പോസ്റ്റ് ഓഫീസിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് കക്ഷിയുടെ ഒരു തിരിഞ്ഞുനോട്ടമുണ്ടല്ലോ, പിന്നെ ഒരു ചിരിയും, പിന്നെ ഓരോ ചുവടുകളും പതുക്കെ പതുക്കെ കയറിപ്പോവുകയാണ്. കത്ത് താഴെ പോവാതെ വളരെ സൂക്ഷ്മതയോടുകൂടി മുകളിൽ ചെന്നിട്ട് ആളൊന്ന് തിരിഞ്ഞു നോക്കിയേ. ഉമ്മയുടെ ബാപ്പിയുടെ കാലത്തുള്ള പോസ്റ്റ് ഓഫീസാണെന്ന് നേരത്തെ പറഞ്ഞതുകൊണ്ടാവാം ആൾക്കൊരു സംശയം. ഹൈടെക് ആയിട്ടും നമ്മുടെ പോസ്റ്റ് ഓഫീസ് മാത്രം ഹൈടെക് ആയില്ലല്ലോ, മഴ പെയ്താൽ നനയുമല്ലോ എന്നൊക്കെ ഒരു 100,000 സംശയം പിറുപിറുത്തോണ്ട് പുറകെ ഒന്ന് തിരിഞ്ഞു നോക്കി നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് പോവുകയാണേ. അവിടെ ചെന്നിട്ട് നമ്മുടെ പോസ്റ്റൽ അസിസ്റ്റന്റ് സുജയ് സാറിനോട് എന്തൊക്കെയോ കൗശലങ്ങൾ പറയുകയാണേ. എന്നിട്ട് ജനൽപ്പാളികളിലൂടെ നോക്കിയിട്ട് ജനൽപ്പാളികളൊന്ന് നിവർത്തി വെച്ചു. സുജയ് സാറിന് ചെറിയൊരു പുഞ്ചിരി വന്നു. എന്താ എന്ന് ചോദിച്ചു. എന്നിട്ട് സുജയ് സാറ് കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ താഴെ വെച്ചു. പോസ്റ്റ് ഓഫീസിൽ പൈസ കൊടുത്ത് സ്റ്റാമ്പ് വാങ്ങി. സ്റ്റാമ്പ് വാങ്ങിയതിന് ശേഷം ബാലൻസ് വാങ്ങാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണേ. ബാലൻസ് വാങ്ങി കത്തിൽ സ്റ്റാമ്പ് ഒട്ടിക്കാൻ സാർ പറഞ്ഞു കൊടുക്കുകയാണേ. സാറ് സ്റ്റാമ്പ് എടുത്തു, പശ തേച്ചു. എന്നിട്ട് കുട്ടീനോട് പറഞ്ഞു ഇതിവിടെ ഒട്ടിക്കാൻ പറഞ്ഞു. അവൾ പശ എടുത്തു, സ്റ്റാമ്പിൽ തേച്ചു. എന്നിട്ട് ഒട്ടിക്കാൻ സാറിൻ്റെ സഹായത്തോടു കൂടി കാണിച്ചു കൊടുക്കുകയാണേ. അങ്ങനെ സാറിൻ്റെ സഹായത്തോടു കൂടി സ്റ്റാമ്പ് ഒട്ടിച്ചേ. അതിനുശേഷം അവൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒട്ടിച്ച സന്തോഷത്തിൽ ഒരു നാണം കുണുങ്ങി ഒരു പുഞ്ചിരിയൊക്കെ തൂകിയേ. എന്നിട്ട് അവൾ പശ എടുത്തിട്ട് മെല്ലെ കവറിലേക്ക് പശ തേച്ചു കൊടുത്തു. ഒട്ടിക്കാൻ അറിയാത്തതുകൊണ്ട് അടുത്ത് നിന്ന് ഉമ്മി കാണിച്ചു കൊടുത്തേ എങ്ങനെ ഒട്ടിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുകയാണേ. എന്നിട്ട് അവൾ പതുക്കെ പശയൊക്കെ തേച്ചു കവറ് ഒട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. എന്നിട്ട് കവർ പതുക്കെ എങ്ങനെ ഒട്ടിക്കേണ്ടതെന്ന് ചോദിച്ചേ. അപ്പോൾ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തേ. അപ്പോൾ അവൾ പതുക്കെ അവളുടെ 2 വിരലുകൾ കൊണ്ട് പതുക്കെ പശ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച്, ആൾ വൃത്തിക്കാരി ആയതുകൊണ്ട് കയ്യിലൊരിച്ചിരി പശ പറ്റിയപ്പോൾ അവിടെ തൂത്ത് വെക്കുകയാണ്. പിന്നീട് നന്നായിട്ട് പ്രസ് ചെയ്യുകയാണ് കത്തെ. എന്നിട്ട് കൈകൾ 2 വൃത്തിയായി തുടച്ചേ. എന്നിട്ട് നേരെ കുണുങ്ങി നേരെ ഒരു പോസ്റ്റിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പോണ പോക്കാണേ. കസേരന്മേൽ കയറിയേ. അതിനുശേഷം അവൾ ലെറ്റർ ബോക്സിലേക്ക് നോക്കിയേ. ലെറ്റർ ബോക്സിൽ കത്തിടാൻ നോക്കിയപ്പോൾ ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടേ. ഇങ്ങനെയാണോ എന്ന് ചോദിച്ചേ. അപ്പോൾ അറിയില്ല, അത് പറഞ്ഞു കൊടുത്തേ. അതിനുശേഷം വീണ്ടും തിരിച്ചു വെച്ച് കത്ത് പോസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ലേ. വീണ്ടും അവൾ ശ്രമിച്ച് കത്ത് പോസ്റ്റ് ചെയ്ത് വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റിലൂടെ ആ പോസ്റ്റിൻ്റെ ഉള്ളിലേക്ക് നോക്കിയേ, പോസ്റ്റ് ബോക്സിൻ്റെ ഉള്ളിലേക്ക് നോക്കി. എന്നിട്ട് വീണ്ടും ചോദിച്ചു ഇതെന്താ ഇവിടെ, എന്താ പോയേ, എവിടെയാണ് പോയേ എന്നൊക്കെ സംശയം ചോദിച്ചേ. അതിനുശേഷം പുള്ളിക്കാരിക്ക് മനസ്സിലായേ ഇതെവിടെയാണ് പോയതെന്നും എങ്ങനെയാണ് വരുന്നതെന്നും മനസ്സിലാക്കി. വലിയൊരു പുഞ്ചിരിയോടുകൂടി പുള്ളിക്കാരി അവിടെ ഒരു ഡാൻസൊക്കെ ആടി ചെറിയൊരു നൃത്തമൊക്കെ വെച്ച് പതുക്കെ വീട്ടിലേക്ക് തിരിച്ചുപോയി.